ആഭ്യന്തര കുറ്റവാളി കണ്ടു. ആസിഫ് അലിയുടെ ഗംഭീര പെർഫോമൻസ്, എല്ലാവരുടെയും ഒന്നിനൊന്ന് മികച്ച പെർഫോമൻസ് ആണ്. ഒരുപക്ഷെ നമ്മുടെ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു ചിത്രമാണ്. പുരുഷന്റെ വേദനയും വിഷമവും വളരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഒട്ടും സ്ത്രീവിരുദ്ധവുമല്ല. അപ്പോൾ വളരെ എല്ലാ ആൾക്കാരും കാണേണ്ടതാണ്. ഇതിൽ ജഗദീഷ് പറയുന്ന ഒരു ഡയലോഗാണ് ഇത് കാണുന്ന ഓരോ പുരുഷനും തോന്നുന്നത്. അതായത് എനിക്ക് 2 ആൺമക്കളാണ്, അപ്പോൾ നമുക്ക് ആൺമക്കൾ ഉള്ളതുകൊണ്ട് നമുക്ക് പേടിയാണ്. പണ്ടൊരു കാലത്ത് ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും കൗതുകത്തിൽ പറയുമായിരുന്നു, പെൺമക്കളുള്ളവരെല്ലാം ഈ സിനിമ കാണണം. എനിക്ക് ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയെക്കുറിച്ച് പറയാനുള്ളത്, ആൺമക്കളുള്ള എല്ലാവരും ഈ സിനിമ കാണണം. കാര്യം അത്രമാത്രം പുരുഷന്റെ വേദനയും പ്രശ്നങ്ങളും പലരും നെഗ്ലക്ട് ചെയ്യുന്ന കാര്യങ്ങളുമുണ്ട്. തിയേറ്ററിൽ വലിയൊരു കയ്യടി വരുന്ന ഒരു സന്ദർഭവും അത് തന്നെയായിരുന്നു. ആസിഫ് അലി, ഞാൻ രംഗത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, അതിൻ്റെ സസ്പെൻസ് കളയുന്നില്ല. പക്ഷേ കോടതിയിൽ ശക്തമായ ആസിഫ് അലി പറയുന്നു, മരിച്ചതൊരു പുരുഷനാണ്, അതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. ആ അർത്ഥത്തിൽ ഗംഭീരമായ സിനിമയാണ്, നിങ്ങളെല്ലാം കാണണം. ഗൗരവമുള്ള സീരിയസ് ആയ സിനിമയാണ്, നല്ല കോണ്ടന്റാണ്. പല ഭാഷകളിലും ഇത് എടുക്കപ്പെടണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. തമിഴിലാകട്ടെ, ഹിന്ദിയിലാകട്ടെ, അതുപോലത്തുള്ള പ്രമേയങ്ങൾ വരണം. ആഭ്യന്തര കുറ്റവാളിയുടെ എല്ലാ ടീം അംഗങ്ങൾക്കും പ്രാർത്ഥനകൾ തരും. സാർ, പിന്നെ സാറിന് നിയമത്തെക്കുറിച്ച് കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് തന്നെ ആ സെക്ഷൻ 498 പറ്റി പറഞ്ഞപ്പോൾ സാറിന് എത്രത്തോളം കണക്ട് ആയി? വളരെ സത്യമാണ്. അതായത് ശരിക്കും കോടതിയിൽ നടക്കുന്നത് ഇങ്ങനെയാണ്. അതായത് കോടതിയിൽ നമ്മുടെ 6-ാം നമ്പുരാനിലെ നന്ദഗോപാൽ മാരാർ വന്ന് വാദിക്കുന്നവരൊന്നും അല്ല ശരിക്കുമുള്ള കോടതി. ക്ഷമിക്കണം, പെട്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നരസിംഹത്തിൽ മോഹൻലാലിന് വേണ്ടി നമ്മുടെ നന്ദഗോപാൽ മാരാർ വരുന്നത് പോലെയൊന്നും അല്ല യഥാർത്ഥ കോടതികൾ ഫംഗ്ഷൻ ചെയ്യുന്നത്. യഥാർത്ഥ കോടതികൾ ഇങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഞാനൊരു നിയമ വിദ്യാർത്ഥിയും ലോയറും കൂടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യും. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഈ സിനിമയുടെ ഏറ്റവും നല്ലൊരു സോൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന ജീവിതങ്ങളാണ് ഇതിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ സിനിമ നമ്മൾ കാണണം. ആ യാഥാർത്ഥ്യ ബോധം വളരെയധികം ഉൾക്കൊണ്ടിട്ടുണ്ട്, ഒട്ടും എക്സാജറേറ്റ് ചെയ്തിട്ടില്ല. അതൊക്കെ സിനിമയുടെ തികച്ചും മികച്ച കാര്യങ്ങളാണ്.